എറണാകുളം. നോക്കട്ടെ, ഇതെന്താണ് ഇപ്പൊ ഇത്? പുസ്തകം. അതല്ല, ഈ കണക്ക് മുഴുവൻ തെറ്റാണല്ലോ. ഇനി കൂട്ടാനും കുറയ്ക്കാനും കൂടെ ഞാൻ പഠിപ്പിച്ചു തരണോ? 20 8 കുറച്ച് എത്രയാ? എളേപ്പിന്റെ കയ്യിൽ 20 ഓറഞ്ച് ഉണ്ടെന്ന് കരുതുക. അതിൽ 8 എണ്ണം ഭാസ്കരൻ തട്ടിയെടുത്തു എന്ന് വിചാരിക്കുക. ബാക്കി എത്രയുണ്ട്? 20 ഓറഞ്ചും ഭാസ്കരന്റെ 2 പല്ലും. എന്ത്? ആ, അവൻ എന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് നോക്കട്ടെ, വിവരം അറിയവൻ. ശരി ശരി. എളേപ്പിന്റെ കയ്യിൽ 20 ഓറഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. അതില് ഭാസ്കരൻ വളരെ സ്നേഹത്തോടു കൂടി ഒരു 8 എണ്ണം ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും എളേപ്പിന്റെ കയ്യില്? എന്റെ കയ്യിൽ എന്തുണ്ടാവാ? ഒന്നും ഉണ്ടാവില്ല. എന്താ അത് ഞങ്ങളുടെ കുന്നംകുളത്തുകാരുടെ സ്വഭാവ. സ്നേഹത്തോടെ ചോദിച്ചാൽ എല്ലാം വാരിയും കോരിയും കൊടുക്കും. അതല്ല, തട്ടിപ്പറിക്കാനെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ തനി സ്വഭാവം കാണിക്കും. അല്ലടാ ഞങ്ങള് പിന്നെ മാർക്കൊന്നും കിട്ടിയില്ലെങ്കിലും ജയിക്കും, അതുറപ്പാ. അത് മതി. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഞാൻ പൊട്ടു. ഒന്ന് പോയേരെ വെറുതെ ഇരുന്ന് തിന്നറിഞ്ഞാ പ്രാഞ്ചിയെ നമ്മൾ ജയിച്ചു നിൽക്കുക. നമ്മളെല്ലാവരും ഫോട്ടോ എടുത്തിട്ടേ നമ്മുടെ അങ്ങാടിയിലെ കൊണ്ടുവയ്ക്കാം. അങ്ങനെ നമ്മുടെ പാപ്പച്ചേട്ടന്റെ വീടിന്റെ മുമ്പിൽ വെക്കണം. അത് വേണം, അയാൾക്ക് കുറച്ചൊരു അഹങ്കാരം കൂടി. പിന്നെ ഫ്ലക്സ് മാത്രം വെച്ചാ പോരാ, കുറച്ച് ആൾക്കാർ കൂടിയിട്ട് നമ്മളെ ഏറ്റിട്ട് ഘോഷയാത്രയായിട്ട് ബാൻഡ് സെറ്റ്, തകില്, മറ്റേ പടക്കൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിറങ്ങണം. അത് വേണടാ, അത് വേണം. 10 ആൾക്ക് കാശ് കൊടുത്താലും കുഴപ്പമില്ല, പെണ്ണുങ്ങൾ ഇത് കണ്ടിട്ട് ഞെട്ടണം. അതിപ്പോ നമ്മള് ജയിച്ചു പറഞ്ഞ തന്നെ അവരുടെ മോന്ത ചീപ്പിളി. എങ്ങനെയെങ്കിലും പെട്ടെന്ന് റിസൾട്ട് ഒന്ന് വന്നാ മതി. അതന്നെ. എന്തുവരെ കാണാതെ വിളിച്ചിട്ടും കിട്ടില്ല. എടാ, പണ്ടത്തെ പോലെ ജയിച്ചവരുടെ പേര് ഇപ്പൊ ചെവരിൽ എഴുതി വെക്കല, കമ്പ്യൂട്ടറിൽ നോക്കിട്ട് വേണം കണ്ടെത്താൻ. കുറച്ച് സമയം എടുക്കും. അടങ്ങി നിക്ക്. അടങ്ങി നിക്കാന്ന് പറഞ്ഞ മുള്ളിന്റെ മുകളിൽ നിക്കണ വരെ നിക്കണേ. പ്രാഞ്ചിയെ, ഇത് ഇത്ര ടെൻഷനാണെന്നെങ്കിൽ ഞാൻ എഴുതിയില്ലടാ. ചങ്ക് കൊള്ളം വർത്താനം പറയല്ലേ എന്റെ ഇളയപ്പാ, അതിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട്. ഞാൻ ടെൻഷൻ അടിച്ചടിച്ചേ ഞാൻ തിന്നൊക്കെ ജയിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും കഴിച്ചിട്ട് വന്നാലോ. ഇതുപോലെ IAS പരീക്ഷ എഴുതി വെച്ചാൽ വീട് വിറ്റ് തിന്നേണ്ട വരില്ല. ഇളയപ്പാ, റിസൾട്ട് ഒന്ന് വന്നോട്ടെ, എന്താ വേണ്ടിച്ച വാങ്ങി തരാ ഞാൻ. അതെ വരില്ല. എന്താ അറിഞ്ഞില്ലേ? വെറുതോ വെറുതോ എന്താ എന്തേ പറയേ? എന്തേ എന്താന്ന് പറയേ? എന്താ കാര്യം? എന്തിനൊന്ന് പറടാ. പാപ്പച്ചേട്ടൻ പൊട്ടി. അവൻ പൊട്ടണം, പൊട്ടണം. എളയപ്പനും പൊട്ടി. അയ്യോ, എന്റെ ഇളയപ്പ ശ്രദ്ധിക്കണ്ടേ? സാരില്ല, പോട്ടെ പോട്ടെ. അതെ, കുരുവേട്ടനും പൊട്ടി. അയ്യോ, എന്തായി? പിന്നെ ഞാനും പൊട്ടി. ഇനിയിപ്പോ എനിക്കൊരാൾക്ക് വേണ്ടിട്ട് ഇനി ഫ്ലെക്സ് വെക്കലും പരിപാടിയൊന്നും വേണ്ട. കളിയാക്കിയതല്ലേ? അപ്പൊ ഇവളൊക്കെ ജയിച്ചു. അതല്ല, പ്രാഞ്ചേട്ടനും പൊട്ടി. 10ാം ക്ലാസ് പാസ്സായിട്ട് നമ്മൾ ഇത്രയും കാലം ജീവിച്ച ആര് കാര്യാലും എനിക്ക് അതിലല്ല വിഷമം. ഭാസ്കരൻ ജയിച്ചു. ഭാസ്കരൻ ജയിക്കേ?
രാജേട്ടാ ഞാൻ SS ജയിച്ചു. അറിഞ്ഞോ എളയപ്പ മിഠായിയോടെ എടുക്ക്. എന്റെ പ്രാഞ്ചേട്ടന് ആദ്യത്തെ മിഠായി. പ്രാഞ്ചേട്ടാ നിർത്ത പ്രാഞ്ചേട്ടാ, ഒരാഴ്ച ഞാൻ ലീവായിരിക്കേ. മാർക്കറ്റിലെ എല്ലാ തൊഴിലാളി യൂണിയനുകളും എനിക്ക് സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എളയപ്പ ശരി